കരാട്ടെ ശ്രീയും തിരിച്ചുപോയി. സണ്ണി ഇതെവിടെ പോയി കിടക്കുന്നു? ഞാനിതൊക്കെ അനുഭവിക്കണം. വിശന്നിട്ടാണ് കണ്ണു വരെ പോയെന്ന്. जब दिल ही टूट गया दिल ही टूट गया ഇനി ഇതിന്റെ കുറവേ ഉണ്ടായിരുന്നു. KL Saigal जब दिल ही टूट गया मॉर्निंग गुड मॉर्निंग आप कैसा हो भौजी भाई मैं तो अच्छा हूँ आप कैसा है ठीक है ഈ നന്ദനെ സ്ഥിരമായിട്ട് ഇവിടെ കാണുന്നില്ല എന്താ കാരണം ഒന്നുമില്ല സർ मुझे सब मालूम है खबरदार खबरदार ധന്യവാദ് ധന്യവാദ് വിശന്ന് കഴിവേറി ഇരിക്കുമ്പോഴാ ജബ് ലിറ്റില്ലി ടൂട്ട് ഗയ കേട്ട ഇഡ്ഡലിയാണെന്ന് തോന്നുന്ന എന്നാ വൈകിട്ട് കാണാം അല്ലയാ വൈകിട്ട് ഒരു അരമണിക്കൂർ ഓരോരുത്തരുടെ സമയം അണ്ണാ എനിക്കും കൂടെ ഇതുപോലെ വീട് ഒപ്പിച്ചതാ ഇപ്പൊ തന്നെ വേണോ ഇപ്പം വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് മതി എന്റെ അണ്ണാ നന്ദം വരൂ ചന്ദ്രല്ലേ അപ്പുറത്ത് കണ്ടു റിസൾട്ട് എന്ന് വരും മോനെ ഒന്നും അറിയില്ലമ്മേ നന്ദന് മുന്നേ ജയിക്കുന്ന കാര്യം പ്രശ്നമല്ലല്ലോ ക്ലാസ് കിട്ടുന്ന കാര്യം മാത്രം ആലോചിച്ചാൽ ടെലിഫോൺ ബിൽ അടച്ചോ ഇന്നലെ അടച്ചു നന്ദന കൊണ്ടുപോയി അടച്ചേ നീ എങ്ങോട്ടാ വെറുതെ ഒന്ന് പുറത്തേക്ക് നന്ദൻ വരുന്ന ഗ്രൗണ്ടിലേക്ക് ഇല്ല ഞാൻ സണ്ണിയെ കണ്ടിരുന്നു നീ വന്നേ നമുക്ക് ഇവിടെ ഇരിക്കാം ആരും കാണത്തില്ല വാ എന്താ സാറേ ഒരു ഗൗരവം എനിക്കൊന്നും അത്ര ഇഷ്ടമല്ല ദേവി ഏതെല്ലാം ഈ മരത്തിന്റെ മുകളിൽ കയറി സ്മാർട്ട് ആകാനുള്ളൊരു ശ്രമം ശരി ഞാൻ ഇനി സ്മാർട്ട് ആവുന്നില്ല മരത്തിലും കയറുന്നില്ല പക്ഷെ സാറൊന്ന് സ്മാർട്ടായി കണ്ടാ കൊള്ളാവുന്നുണ്ട് ഞാനിനി എന്ത് സ്മാർട്ട് ആവാനാ ആദ്യമായി ഒരു പാന്റ് ഇടുക ഷർട്ട് ഇൻ ചെയ്യുക പിന്നെ ഇവിടെ വരുമ്പോഴെങ്കിലും നെറ്റിയിലെ ഈ കള്ളക്കുറി മാറ്റിളയണം എന്തോന്നാ മോളുവാ അങ്ങനെ അവൻ കഴിച്ചില്ലേ മോളെ ഇല്ല പച്ച സണ്ണി ഓ വന്നു കഴിച്ചിട്ട് പോടാ അവളെ മെനക്കെടുത്തണമെന്നൊരു വാശി പോയാണല്ലോ വാഷിംഗ് പൗഡർ വരുന്നപ്പച്ച നീ ഇവിടെ ഞാൻ പോയി വല്ലതും കഴിച്ചു അപ്പൊ പിന്നെ ഞാനോ അപ്പച്ചൻ താഴെയുണ്ട് അതുകൊണ്ട് എനിക്കൊന്നും കഴിക്കണ്ടേ നമുക്ക് ഒരുമിച്ച് കഴിക്കാളിയാ ഇന്ന് എന്താ അളിയാ ദോശ മുട്ടക്കറി എന്റെ അണ്ണാ അപ്പച്ച വിനോദ് അപ്പച്ചൻ അസൗകര്യമായെന്ന് തോന്നുന്നു ഏയ് ഇവിടുന്ന് പലപ്പോഴും ആഹാരം കഴിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഇത് ആദ്യമാ എങ്ങനെ അല്ല അപ്പച്ചനുമായിട്ട് ഇങ്ങനെ നമുക്ക് നേരിട്ട് പരിചയപ്പെടാൻ സാധിച്ചില്ലെങ്കിലും എനിക്ക് അപ്പച്ചനെ നേരത്തെ അറിയാം എങ്ങനെ അറിയാം കമ്മീഷണറെ തല്ലിയ കേസില് അപ്പച്ചനാണല്ലോ ഞങ്ങൾ സ്റ്റുഡൻസിന് വേണ്ടി വാദിച്ചത് ഞങ്ങളൊക്കെ അപ്പച്ചന്റെ വാദം കേൾക്കാൻ വരുമായിരുന്നു നല്ല മൊരാന്നിരിക്കും സ്റ്റുഡൻസിന്റെ ഇടയിൽ അപ്പച്ചന് വലിയ പേരാ പേരുണ്ടായിട്ട് എന്ത് കാര്യം നോക്കിക്കണ്ട് നടത്താൻ ആളില്ലെങ്കിൽ ഇത്രയും നാൾ ഉണ്ടാക്കിയ പേരും പ്രാക്ടീസും ഒക്കെ വെറുതെ ആവില്ലേ അതെ അതെ ഞാൻ എപ്പോഴും തന്നോട് ചോദിക്കാറുണ്ട് ഇത്രയും പേരെടുത്ത ഒരു വക്കീൽ അപ്പച്ചൻ ഉണ്ടായിട്ടും നീ എന്താടാ LLBക്ക് പോകാത്തത് ദൈവമേ ഈ സാഹചര്യം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നേ LLB എടുത്തേനെ ഇനിയിപ്പോ ഒന്നും നടക്കുകയല്ല ഇല്ലേ അപ്പച്ചോ ഏതായാലും താമസിയാതെ എനിക്ക് അപ്പച്ചന്റെ സഹായം വേണ്ടി വരും എന്ത് സഹായം ഒരു 3 മാസം കൂടെ നോക്കും എനിക്കൊരു ജോലി ശരിയായില്ലെങ്കിൽ 1-2 വരെ ഞാനിവിടെ തട്ടും എന്നിട്ട് ഞാൻ അപ്പച്ചന്റെ അടുത്തോട്ട് വരും തൂക്കിക്കൊലയിൽ നിന്നും ജീവപര്യന്തമാക്കി എന്റെ ശിക്ഷ ഇളവ് ചെയ്ത് ധരിപ്പിക്കണം ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം പല ജയിലിലും പോയി കൊഴുക്കട്ടേം നിന്ന് കിടക്കുന്ന ഞങ്ങൾക്കും അതാ ലാഭം ഇങ്ങനെ 2 ദിവസം പഠിപ്പിച്ചാ ഞാൻ ഫയർ പോലെ ഓടിക്കോണ്ട നേരെ നോക്കി ഓടിക്കാം നേരെ നോക്കി ഓടിക്കേ നേരെയാ നോക്കുന്നത് കുനിഞ്ഞ നേരെയാ നോക്കുന്നത്
ഇതെന്തോന്ന് പഠിപ്പീര്, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാ അണ്ണാ. ഇവിടെ കിടന്ന് കറങ്ങിയാ മതി. എന്നെ പഠിപ്പിച്ച തനിക്ക് തന്നെ എന്റെ പ്രയോജനം. എന്ത് പ്രയോജനം? പലപ്പോഴും മീനോ ഇറച്ചിയോ വാങ്ങിക്കാൻ. അതിനവിടെ സൈക്കിൾ ഇരിപ്പുണ്ട്, അതെടുത്തോണ്ട് പോയാൽ മതി. അയ്യാ, നമ്മുടെ നന്ദന് വല്ലതും കൊടുത്തോ? രാവിലെ വെറും വയറ്റിൽ അവൻ ഇറങ്ങിയതാ. നീ എന്താ വല്ലായിരിക്കുന്നത്? ഓ, ഒന്നുമില്ല സനിച്ച. പിന്നെന്താ, രണ്ടുണ്ടോ? സംഗതിയൊക്കെ ആകെ മാറി. ഞാനിപ്പോ എന്റെ വീട്ടിലൊരു അന്യനായി മാറിയിരിക്കേ. അതെന്താ കളി അങ്ങനെ? നന്ദൻ വരുന്നു, എന്നെ കണ്ടൊരു സലാം വെച്ചെങ്കിലായി, ഇല്ലെങ്കിലായി. നമ്മളാരുമല്ലല്ലോ. ഒന്നും പറയണ്ട, അവനായിപ്പോ അവിടുത്തെ എല്ലാം. അതിന് കാരണം നന്ദൻ നിന്റെ സഹോദരി ദേവി മേനോനുമായി പ്രേമത്തിലാണ്. പ്രേമിച്ചോട്ടെ, പ്രേമിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നാലും എന്റെ വീടല്ലേ സനിച്ച. ഞാനല്ലേ അവനെ അവിടെ കൊണ്ട് പരിചയപ്പെടുത്തിയത്. എന്നിട്ട് നമ്മളെ ഒരുമാതിരി ഏഴാം കൂലിയാക്കിയാലോ? മനഃപൂർവ്വമല്ല, ഒക്കെ നിന്റെ തോന്നല. അളിയാ, പ്രേമം ആസ്തി പിടിച്ചിരിക്കുന്ന സമയമാണ്. നീ ഒന്നും പറയണ്ട, കറങ്ങി തിരിഞ്ഞിങ്ങി വരും. നന്ദനും ദേവിയും പ്രേമിച്ചോട്ടെ. എനിക്ക് എന്റെ കാമുകയെ കാണാൻ സമയമായി. നിങ്ങൾ ഇവിടെ ഇരിക്കെ. വേറൊരസ്തി. നമുക്ക് പോണ്ടേ? ഞാൻ രാവിലെ അപ്പച്ചനോടും അമ്മച്ചിയോടും ചില കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ കാര്യം അവതരിപ്പിച്ചു. എന്ത് പറഞ്ഞു? അപ്പച്ചന് വലിയ കുഴപ്പമില്ല, അമ്മച്ചിക്കാണ് പ്രശ്നം. അമ്മച്ചിക്ക് എന്താ പ്രശ്നം? മറ്റൊന്നുമല്ല, വെള്ളാടി ഇത്തിരി ഓവറല്ലേ എന്നൊരു സംശയം. എനിക്കല്ല, അമ്മച്ചിക്ക്. പറയേ അമ്മച്ചി, എന്റെ ഒരു അവസ്ഥ അമ്മച്ചി മനസ്സിലാക്കണം. ഞാനൊരു പാവ അമ്മച്ചി. പിന്നെ ഇച്ചിരി വെള്ളം അടിക്കും. ഇച്ചിരി എന്നല്ല, സാമാന്യം ഭേദമായിട്ട് കഴിക്കും. പക്ഷെ ഒന്ന് ഞാൻ പറയുന്നു, അമ്മച്ചിയുടെ ഈ മകളുടെ കഴുത്തിൽ മിന്നു കെട്ടുന്ന അന്ന് മുതൽ ഞാൻ വെള്ളമടി നിർത്തത്തില്ല. ഇല്ലടുത്ത് ഞങ്ങളിന്ന് വെളിയിലാ ഭക്ഷണം. നുണക്കുഴിക്കവിളിൽ ശ്രദ്ധിക്കട്ടെ. അതിനെന്താ? എന്തിനായിരിക്കണം? നമ്മുടെ ബൈക്ക്, നമ്മുടെ റോഡ്, നമ്മുടെ പാടുന്നു. ഇത് ബാറല്ലേ? അതെ. കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ഇതിനാണ് റെസ്റ്റോറന്റിൽ പോകാന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. റെസ്റ്റോറന്റിനേക്കാൾ സുഖം എവിടാ മോളെ? നമുക്ക് സ്വയമായിട്ട് സംസാരിക്കാം. എനിക്ക് 2 സ്മോൾ അടിക്കാം. വളരെ കൊയറ്റല്ലേ ഇവിടെ? അതെ അതെ, സണ്ണിച്ചന്റെ താളത്തിനൊക്കെ തുള്ളുന്നുണ്ടല്ലേ? എന്താ ഇത്? എന്നാ വേണ്ടപ്പാ? വേണ്ട, കഴിച്ചോളൂ. 2 ലാർജ് വിസ്കി. നിനക്ക് ഓറഞ്ച് ജ്യൂസ് പോരെ? ഒരു ഓറഞ്ച് ജ്യൂസ് തരാ. ഐ എം സോറി. സാരമില്ല, സണ്ണിച്ചന്റെ ഇഷ്ടമല്ലേ? നോക്ക്, ഈ പ്രേമിക്കുന്നതിന് 2 രീതികളുണ്ട്. ഒന്ന്, എന്താ പറയാ, ഈ പൂക്കളും കാറ്റും പോലെ, ഗാനവും സംഗീതവും പോലെ വളരെ റൊമാൻറ്റിക്.